കഥയാരംഭിക്കുന്നത് നരകത്തിലാണ്. അതെ, യഥാർത്ഥ നരകത്തിൽ തന്നെ ലില്ലിത്ത് എന്ന പേരുള്ള ഡെവിളിന്റെ മോളെ നമ്മൾ പരിചയപ്പെടുന്നു. നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു നരകമൊന്നുമല്ല അത്. അതൊരു മോഡേണൈസ്ഡ് സിറ്റിയാണ്. അവിടുത്തെ പ്രധാന ലീഡർ നേതാവ് ഡെവിളാണ്. ഡെവിളിന് കീഴിൽ അവിടെ ഉദ്യോഗസ്ഥരും വലിയൊരു സൈന്യവും തന്നെയുണ്ട്. അവരുടെയൊക്കെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലേക്കും മറ്റും പോയി ആളുകളുടെ ഉള്ളിൽ പൈശാചികത നിറയ്ക്കുക, ഈവിൾനെസ് നിറയ്ക്കുക എന്നതാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബെർക്കിൻബേൺ എന്ന് പറഞ്ഞ ഇടത്തെ റിസൾട്ട് വളരെ മോശമാണ്. അവിടെ നന്മ കൂടിക്കൊണ്ടിരിക്കുന്നു. തിന്മ പരത്തുന്നവനും തിന്മയുടെ പ്രവാചകനുമായ ഡെവിളിനതത്ര ഇഷ്ടപ്പെടുമോ? അവിടെ വേണ്ട നടപടി കൈക്കൊള്ളണം എന്ന് ഡെവിൾ തന്റെ ആളുകളോട് ആവശ്യപ്പെട്ടു. ഡെവിളിന്റെ മകൾ ലില്ലിത്തിന് ഇങ്ങനെ പൈശാചികത, അതായത് ഈവിൾനെസ് പരത്തുന്ന ഒരാളായി മാറണം, അതിന്റെ റെപ്രസെന്റേറ്റീവ് ആകണം എന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞവരെയെ അതിനുവേണ്ടി ഭൂമിയിലേക്ക് അയക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിന് സാധ്യത കിട്ടിയിരുന്നില്ല. അവളാകെ ചെയ്തിരുന്നത് സോഷ്യൽ മീഡിയയിൽ കയറി വെറുപ്പ് പരത്തുക എന്നത് മാത്രമായിരുന്നു. ലിലിത്ത് എപ്പോഴും തന്റെ അച്ഛനായ ഡെവിളിന്റെ അടുത്ത് ചെന്ന് തനിക്ക് ഭൂമിയിൽ പോകണം, ആളുകളെ നശിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പരിധി കഴിഞ്ഞപ്പോ ഡെവിളിനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിലും ലിലിത്ത് അതുപോലെ അവശനായി കിടന്നിരുന്ന ഡെവിളിന്റെ അടുത്ത് എത്തി തന്നെ ഭൂമിയിലേക്ക് റെപ്രസെന്റേറ്റീവായി വിടണം, തനിക്ക് ആളുകളെ ചീത്തയാക്കണം എന്ന കാര്യമൊക്കെ അവൾ അങ്ങ് പറയാൻ തുടങ്ങി. ഡെവിളാണെങ്കിൽ സഹി കെട്ടിരുന്നു. ഡെവിള് പറഞ്ഞു, നിനക്ക് ഭൂമിയിൽ ചെന്ന് ഒരു ടാസ്കിന് അവസരം തരാം. ഒരു വ്യക്തിയെ നീ ഒരു മോശം വ്യക്തിയാക്കണം, അയാളുടെ ഉള്ളിൽ പൈശാചികത നിറയ്ക്കണം. ആ ടെസ്റ്റിൽ നീ പാസ്സായാൽ നിനക്ക് ഭൂമിയിൽ റെപ്രസെന്റേറ്റീവായി വീണ്ടും തുടരാം, വീണ്ടും നിനക്കടുത്ത ജോലി തരും. ഇല്ലെങ്കിൽ അവിടെ നിന്ന് നീ തിരികെ പോരേണ്ടി വരും. ഇവിടെ ആജീവനാന്തം ജയിലിൽ കഴിയേണ്ടിയും വരും. ഡെവിളിന്റെ മകളാണല്ലോ, മകളോട് പോലും ഡെവിളിന് അനുകമ്പയുണ്ടാവേണ്ട കാര്യമില്ല. എന്തായാലും ലില്ലിത്തും കൂടുതലൊന്നും ആലോചിച്ചില്ല. അതിനച്ഛനോട് ഓക്കെ പറഞ്ഞു. അധികം വൈകാതെ ഡെവിള് തന്നെ ലില്ലിത്തിനെ കൂട്ടിക്കൊണ്ട് ഭൂമിയിലേക്ക് എത്തുകയായിരുന്നു. ലില്ലിത്തിന് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഗ്രെറ്റ ബേൺസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. വളരെ പാവം പിടിച്ച നല്ലവളായ പെൺകുട്ടി. അവളിൽ പൈശാചികത നിറച്ച് അവളെ ഒരു പ്രശ്നക്കാരിയാക്കി മാറ്റണം എന്നതായിരുന്നു. ഡെവിളിന്റെ നിർദ്ദേശപ്രകാരം ഗ്രെറ്റയ്ക്കൊപ്പം താമസിക്കാൻ അവരുടെ വീട്ടിലേക്ക് ലില്ലിത്ത് എത്തിച്ചേരുകയാണ്. ലില്ലിത്തിന് അവിടെ താമസ സൗകര്യവും മറ്റും ഒരുക്കപ്പെട്ടു. അവരുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഗ്രെറ്റയ്ക്ക് 2 സഹോദരങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയധികം ദയാലുക്കളായ കുടുംബം, ഏറെ സന്തുഷ്ട കുടുംബം. അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഗ്രറ്റയ്ക്ക് വീട്ടുജോലികൾ ചെയ്യുന്നതും ഇടയ്ക്കൊക്കെ പാട്ടുപാടുന്നതുമൊക്കെയാണ് ഹോബികൾ. ഗ്രറ്റയുടെ വീട്ടിലെത്തിയ ലില്ലിത്ത് അവിടുത്തെ അവസ്ഥകളൊക്കെ വിലയിരുത്തിയപ്പോ ഇതൽപ്പം കഠിനമായൊരു ടാസ്ക് ആയിരിക്കും എന്ന കാര്യം അങ്ങ് മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് അവള് തിരികെ പോകുന്നതിന് മുമ്പ് ലില്ലിത്തിനോടൊരു കാര്യം പറഞ്ഞിരുന്നു, നീ ഇവിടുത്തെ ഹ്യൂമൻസുമായി ഫിസിക്കൽ കോണ്ടാക്റ്റിലൊന്നും ഏർപ്പെട്ടേക്കരുത്. പിന്നാലെ ഡെവിൾ അവൾക്കൊരു ബ്ലാക്ക് ബോൾ കൊടുത്തു. മനുഷ്യരോട് നിനക്ക് ഒരു തരത്തിലുള്ള ഫീലിംഗ്സും തോന്നാൻ പാടില്ല. നീ സെന്റിമെന്റലാവുകയോ നിനക്ക് വല്ല ഫീലിംഗ്സ് ഒക്കെ വരികയോ ചെയ്താൽ ഈ കറുത്ത ബോളിന്റെ കളർ മാറാൻ തുടങ്ങും. എന്തായാലും ലില്ലിത്ത് അതൊക്കെ മനസ്സിൽ വെച്ച് ബേൺസ്റ്റൈൻ ഫാമിലിക്കൊപ്പം ജീവിക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം അവരൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞപ്പോ മുഴുവൻ ഫാമിലിയും ഒന്നിച്ചായിരുന്നു ഡിന്നർ ടേബിൾ ഒന്നിച്ച് ക്ലീൻ ചെയ്തത്. അവരുടെ നല്ല സ്വഭാവമൊക്കെ ലില്ലിത്തിനെ കുറച്ച് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ എടുത്ത പ്ലേറ്റുകൾ ഗ്രറ്റയെടുത്ത് ലില്ലിത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. ലില്ലിത്താകട്ടെ അത് മനഃപൂർവ്വം താഴെയിട്ടുടച്ചു. ഉടനടി തന്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് ഗ്രറ്റ് അത് മുഴുവൻ ഏറ്റെടുത്ത് ലില്ലിത്തിനോട് ക്ഷമ പറയാൻ തുടങ്ങി. ലില്ലിത്തും അത് കണ്ടാകെ ഞെട്ടി നിൽക്കുകയാണ്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും ക്ഷമ പറയുന്നു. എന്തുമാത്രം നല്ലവളായിരിക്കും അവൾ. അവളുടെ ഒരു കാര്യത്തിന് വേണ്ടി പോലും മറ്റുള്ളവരോട് എതിരിടാനോ വഴക്കിടാനോ അവൾക്കൊരു താല്പര്യവുമില്ല. ഗ്രറ്റയിൽ പൈശാചികത നിറയ്ക്കണമെങ്കിൽ താൻ കുറച്ചുകൂടി സ്മാർട്ടായി വർക്ക് ചെയ്യണം എന്ന് ലില്ലിത്തപ്പോ ചിന്തിക്കുകയാണ്. അന്ന് ഗ്രറ്റയുടെ മുറിയിലേക്ക് ലില്ലിത്ത് ചെന്നു. അവളോട് സംസാരിക്കാൻ തുടങ്ങി. സ്കൂളില് നിനക്കെത്ര സുഹൃത്തുക്കളുണ്ട് എന്ന് അവൾ ചോദിച്ചു. തനിക്ക് സുഹൃത്തുക്കളൊന്നുമില്ല, സ്കൂളിലെല്ലാവരും തന്നെ ഒരു പഠിപ്പിയായിട്ടാ കാണുന്നേ എന്നായിരുന്നു ഗ്രറ്റയുടെ മറുപടി. അതോടെ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തണം എന്ന് ലില്ലിത്ത് ചിന്തിക്കുകയാണ്. ഗ്രറ്റയുടെ വാർഡ്രോബൊക്കെ പരിശോധിച്ചപ്പോ അതിനുള്ളിൽ ഒട്ടിച്ചു വെച്ച ഒരു പയ്യന്റെ ചിത്രങ്ങൾ ലില്ലിത്ത് നോക്കിക്കാണുന്നു. ഗ്രറ്റയ്ക്ക് ക്രഷുള്ള, പ്രണയം തോന്നിയിട്ടുള്ള പയ്യനാവാം അത് എന്ന് ലില്ലിത്ത് മനസ്സിലാക്കുകയാണ്. ആ പ്രണയം ഉപയോഗിച്ച് അവളുടെ ഉള്ളിൽ ഈവിൾനെസ് നിറയ്ക്കാൻ പറ്റിയാലോ എന്ന് ലില്ലിത്ത് ആ സമയം ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ലില്ലിത്തും ഗ്രറ്റയും കൂടി അവരുടെ സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ ലില്ലിത്തിനും അഡ്മിഷൻ ഓക്കെ ആയിരുന്നു. അവർ സ്കൂളിലേക്ക് പോകുന്ന സ്കൂൾ ബസ്സിൽ വെച്ച് പ്രിൻസിപ്പലിന്റെ മകൻ നെഡ് കയറി വന്ന് ഗ്രറ്റയുടെ തലയിൽ ചൂയിങ്കം ഉപയോഗിച്ച് അവളെ ബുള്ളി ചെയ്യാൻ ആരംഭിച്ചു. പിന്നാലെ അവൻ ലില്ലിത്തിന്റെ മേലേക്ക് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ലില്ലിത്ത് വെറുതെ ഇരിക്കുമോ? പിശാചിന്റെ മകളല്ലേ? അവൾ അങ്ങ് എഴുന്നേറ്റു. ഒരു ലൈറ്ററിന്റെ സഹായത്തോടെ തീ പറത്തിക്കൊണ്ട് ബുള്ളിയുടെ തലമുടിക്കങ്ങ് തീ പിടിപ്പിച്ചു. ബുള്ളീസിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുക എന്നായിരുന്നു ലില്ലിത്തിന്റെ നയം. തന്റെ ആ പ്രവൃത്തി കണ്ട് ഗ്രറ്റയ്ക്ക് തന്നോടൊരു ബഹുമാനം തോന്നും, ഇഷ്ടം കൂടുമെന്നൊക്കെ ലില്ലിത്ത്
ലില്ലിത്ത് കരുതിയെങ്കിലും ഗ്രറ്റ അവളെ കൂടുതൽ ഭയക്കുകയും അവൾക്ക് വല്ലായ്മ തോന്നുകയുമായിരുന്നു ചെയ്തത്. ഇവൾ ഇത്ര നല്ലവളാണല്ലോ എന്ന് കരുതി ലില്ലിത്തിന് കൂടുതൽ ദേഷ്യമങ്ങ് വരാൻ തുടങ്ങി. കഥ അവിടെ നിന്നും സാമുവൽ എന്നൊരു പയ്യനിലേക്ക് തിരിയുന്നു. സാമുവല് സ്കൂൾ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് ചാടുമെന്ന് പറഞ്ഞ് ഏവരെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പ്രിൻസിപ്പൾ അവനോട് ഇറങ്ങാൻ പറഞ്ഞിട്ടും അവൻ ഇറങ്ങുന്നില്ല. ഒടുവിൽ പ്രിൻസിപ്പള് ഫയർ ഫൈറ്റേഴ്സിനെ വിളിക്കാൻ പോകുന്നു എന്ന് കണ്ടതും അവൻ ചാടി ഇറങ്ങി. ശേഷം കൂളായി താഴെ കൂടെ നടന്നു പോകാനും ആരംഭിച്ചു. ഗ്രറ്റ അത് കണ്ട് ലില്ലിത്തിനോട് പറഞ്ഞു, ഇതൊക്കെ ഇവിടെ പലപ്പോഴും നടക്കുന്നതാ. ഈ സാമുവല് ഇടയ്ക്കിടയ്ക്കതുപോലെ പ്രശ്നമുണ്ടാക്കും. അടുത്ത ദിവസം അവർക്ക് മാത്സ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഗ്രറ്റയും ലില്ലിത്തും അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത്. തന്റെ ടാബ് എടുത്ത് അതിലൂടെ ചീറ്റ് ചെയ്ത് എക്സാം എഴുതാൻ വേണ്ടി ലില്ലിത്ത് തീരുമാനിച്ചു. ഗ്രറ്റയോടും വേണമെങ്കിൽ ഇതിന്ന് കോപ്പി അടിച്ചോ എന്ന് പറഞ്ഞപ്പോ തനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാ ഉത്തരങ്ങളും അറിയാം എന്നായിരുന്നു ഗ്രറ്റയുടെ മറുപടി. സ്വാഭാവികമാണല്ലോ, ഗ്രറ്റ ഒരു പഠിപ്പിയല്ലേ. ക്ലാസ്സിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവരങ്ങനെ പുറത്തു നിൽക്കുമ്പോഴാണ് അതുവഴി സ്കൂളിലെ കുറച്ച് പോപ്പുലറായ 2 പെൺകുട്ടികൾ മെലഡിയും ഡാറിയയും അതുവഴി നടന്നു പോകുന്നത്. ഗ്രറ്റയെ കണ്ടതും ഗ്രറ്റയുടെ വസ്ത്രധാരണവും രൂപവും ഒക്കെ കണ്ട് ഗ്രറ്റയെ അവർ കളിയാക്കിക്കൊണ്ടുപോയി. ലിലിത്ത് അതിനെപ്പറ്റി ഗ്രറ്റയോട് ചോദിച്ചപ്പോ ഗ്രറ്റ പറഞ്ഞു, എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല, അവരിതുപോലെ പണ്ട് തൊട്ടേ കളിയാക്കുന്നതാ, എനിക്കിപ്പോ അതൊക്കെ ശീലമായി. ആ സമയമാണ് അതുവഴി ഗ്രറ്റയുടെ വാർഡ്രോബിൽ കണ്ട ചിത്രത്തിലുള്ള പയ്യൻ അതുവഴി നടന്നു വരുന്നത് ലിലിത്ത് കാണുന്നത്. അവനെ കണ്ടതും ഗ്രറ്റയുടെ മുഖം അങ്ങ് ബ്ലഷ് ചെയ്യാൻ തുടങ്ങി. ലിലിത്തിനോട് ഗ്രറ്റ പറഞ്ഞു, അവന്റെ പേര് കാർലോ എന്ന ആള് എപ്പോഴും ഈ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നവനാ. മാത്രമല്ല അവനാണെങ്കിൽ എപ്പോഴും ഈ പോപ്പുലർ പെൺകുട്ടികളോട് മാത്രമേ സംസാരിക്കുള്ളൂ. ഞാനൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നത് തന്നെ അവൻ അറിയുമെന്ന് പോലും അറിയില്ല. ഗ്രറ്റയുടെ വാക്കുകളിൽ നിരാശയുണ്ടായിരുന്നു. ഗ്രറ്റ കാർലോസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് ലിലിത്തിന് മനസ്സിലായി. അതുപയോഗിക്കാൻ ലിലിത്ത് തീരുമാനിച്ചു. കാർലോസിനെ ചെന്ന് കണ്ട ലിലിത്ത് അവനോട് സംസാരിക്കുകയാണ്. അവനുമായിട്ട് അവളൊരു ഡീലുണ്ടാക്കി. നീ 3 ദിവസത്തേക്ക് ഗ്രറ്റയെ പ്രണയിക്കുന്ന പോലെ അഭിനയിക്കണം. 3 ദിവസം കഴിഞ്ഞ് നീ അവളെ അങ്ങ് തേച്ചൊട്ടിച്ചിട്ട് പോക്കോ, നിനക്ക് ഞാൻ പണം തരും. കാർലോസിലും കൊള്ളാമല്ലോ എന്ന് തോന്നി. കാർലോസും ലിലിത്തിനോട് ഓക്കെ പറഞ്ഞു. അങ്ങനെ കാർലോസ് പ്രവർത്തിച്ച ഗ്രറ്റയുടെ മനസ്സ് തകരുമെന്നും അവൾക്ക് ദേഷ്യം വരുമെന്നും അവളുടെ ഉള്ളിൽ ഒരു പൈശാചികത വളരുമെന്നൊക്കെ അവളങ്ങ് ഊഹിക്കുന്നുണ്ട്. അവള് ഇതൊക്കെ പറഞ്ഞു നോക്കുമ്പോ അവളുടെ കണ്ണുകൾ ഉടക്കിയത് അവിടെ ഇരുന്ന സാമുവലിലായിരുന്നു. സാമുവൽ അവളെ തന്നെ നോക്കിയിരിക്കുന്നു. എല്ലാം കണ്ട സാമുവൽ അവളെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോവാൻ തുടങ്ങി. ലിലിത്ത് അവന്റെ പിന്നാലെ ചെന്നു. ഇരുവരും ഒരു ഇടവഴിയിലെത്തി. അവിടെ വെച്ച് അവനുമായി കമ്പനിയടിച്ച് അവൾ അവന്റെ സിഗരറ്റ് വാങ്ങി വലിക്കാനൊക്കെ തുടങ്ങി. ഇതേസമയം മറുവശത്ത് ലിലിത്തിന്റെ ടാസ്ക് ഏറ്റെടുത്ത കാർലോസ് ഗ്രറ്റയ്ക്ക് അടുത്തു ചെന്ന് സംസാരിക്കുകയായിരുന്നു. ഗ്രറ്റയോട് അടുത്ത ദിവസം ഞങ്ങളുടെ മ്യൂസിക് റിഹേഴ്സലിലേക്ക് വരാമോ എന്ന തരത്തിൽ അവൻ ചോദിച്ചു. ഇതേസമയം മറുവശത്ത് ലിലിത്തും സാമുവലും ഒന്നിച്ചു നിൽക്കുകയാണല്ലോ. അങ്ങോട്ടേക്ക് ബുള്ളീസായ എഡ്ഡിയും സംഘവും കടന്നു വരികയാണ്. സാമുവൽ അവരുടെ വാച്ച് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് സാമുവലിനെ ആക്രമിക്കാനാണ് അവരുടെ വരവ്. അവരെ കണ്ടതും സാമുവലും മതില് ചാടി മുകളിലേക്ക് കയറി. ലില്ലി അവിടെ നിൽക്കുന്ന കണ്ടതും അവർ ലില്ലിക്കെതിരെ ചെല്ലുകയാണ്. മുമ്പത്തെ ഒരു കണക്ക് തീർക്കാനുണ്ടല്ലോ. ലില്ലിയെ കൈകാര്യം ചെയ്യാൻ അവർ മുന്നിട്ട് വന്നു. പക്ഷെ ലില്ലി വെറുതെ ഇരിക്കുമോ അവരെ തിരിച്ചടിച്ച് നല്ല രീതിയിൽ പരിക്കേൽപ്പിച്ചു വിട്ടു. ലിലിത്തിന്റെ ആ ഫൈറ്റും മറ്റും സാമുവല് കണ്ടിരുന്നു. ലിലിത്തിന്റെ കരുത്തിലും ധൈര്യത്തിലും സാമുവൽ അങ്ങ് ഇംപ്രസ്ഡ് ആയി. പിന്നാലെ ലിലിത്തിനെയും കൂട്ടിക്കൊണ്ട് സാമുവല് അടുത്തുള്ള ചർച്ചിന്റെ വാച്ച് ടവറിന്റെ മുകളിലേക്ക് കയറി. ദൂരെ അവിടെ നിന്നും കടൽ കാണാമായിരുന്നു. ലിലിത്തിനും കടൽ കാണാൻ താല്പര്യമുള്ളത് കൊണ്ടായിരുന്നു സാമുവൽ വിളിച്ചപ്പോ അവന്റെ ഒപ്പം അവള് പോയത്. പക്ഷെ അവിടെ മുകളിലെത്തിയപ്പോ സാമുവല് പെട്ടെന്ന് ലിലിത്തിനെ ചുംബിച്ചു. ആ ചുംബനമേറ്റതും അവൾക്ക് എന്തോ പോലെ തോന്നിയിരുന്നു. സാമുവലിനെ തള്ളിയിട്ടിയവൾ വേഗത്തിൽ അവിടെ നിന്ന് ഓടിയിറങ്ങി വീട്ടിലേക്ക് പോന്നു. ആ അനുഭവമൊക്കെ അവൾക്ക് വല്ലാതെ വിചിത്രമായിരുന്നു. താൻ അനുഭവിക്കുന്നത് എന്താണെന്ന് വിശദീകരിക്കാൻ പോലും ലിലിത്തിന് സാധിച്ചില്ല. ഗ്രറ്റ ചോദിച്ചപ്പോഴും അവൾ എന്തുപോലെ ഇരിക്കുകയായിരുന്നു. താൻ ഇനി പ്രണയത്തിലെങ്ങാനുമാണോ എന്ന് ലിലിത്ത് സംശയിച്ചു. പിശാചിന്റെ മകളാണ് ഞാൻ, പൈശാചികത പടർത്താൻ വന്നവൾ. ഞാൻ അങ്ങനെ പ്രണയത്തിലാകും? അങ്ങനെ നരകത്തിൽ നിന്ന് വന്നവർക്ക് പ്രണയിക്കാമോ എന്നൊക്കെ ലിലിത്തിന് ആകെ കൺഫ്യൂഷനുമായിരുന്നു. ലിലിത്ത് തന്റെ കയ്യിലുള്ള ബ്ലാക്ക് ബോൾ എടുത്തു നോക്കി. അതിലെ കളർ മാറുന്നുണ്ടായിരുന്നു. ലിലിത്തിന് ഭയം തോന്നി. തന്റെ ഉള്ളിൽ ഫീലിംഗ്സ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, അതും മനുഷ്യരോട്. പിന്നാലെ ലിലിത്ത് അച്ഛനെ വിളിച്ച് സംസാരിച്ചു. അച്ഛനോട് സംസാരിക്കുമ്പോ ഡെവിൾസിന് അങ്ങനെ, നരകത്തിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെ പ്രണയത്തിലാവാൻ പറ്റുമോ എന്നൊക്കെ അവള് ചോദിച്ചു. അങ്ങനെ സാധിക്കുമെന്നും പക്ഷേ അത്തരത്തിലുള്ള പിശാചുകളെയും ഡെവിൾസിനെയും ഒക്കെ യൂസ്ലെസ് ആയിട്ടാണ് കാണുന്നത് എന്നുമായിരുന്നു അച്ഛന്റെ മറുപടി. അത് കേട്ടതും അവളൊന്ന് ദീർഘനിശ്വാസം എടുത്ു. എന്തു തന്നെ സംഭവിച്ചാലും തന്റെ മിഷനുമായി മുമ്പോട്ടു പോകണം. ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലും താൻ കുടുങ്ങിക്കിടക്കില്ല എന്നൊക്കെ അവൾ സ്വയം അങ്ങുറപ്പിക്കുകയാണ്. അന്ന് വൈകിട്ട് ഗ്രറ്റയുടെ
ഫാമിലി മെമ്പേഴ്സൊക്കെ ഒന്നിച്ചിരിക്കുകയായിരുന്നു. ആ സമയം ലിലിത്ത് തനിക്കറിയാവുന്ന ആ കാര്യം അവിടെ അങ്ങ് പറഞ്ഞു. അതായത് ഗ്രറ്റയ്ക്ക് കാർലോസ് ഒന്നിച്ച് നാളെ ഒരു ഡേറ്റ് ഉണ്ടെന്ന്. അവിടെ ഇരുന്ന ഇരിപ്പിൽ ഗ്രറ്റയാകെ ചൂളിപ്പോയിരുന്നു. അതേസമയം ഗ്രറ്റയുടെ പാരന്റ്സിന് സന്തോഷമായി. തങ്ങളുടെ മകൾ മുതിർന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഗ്രറ്റയ്ക്ക് പക്ഷെ മൊത്തത്തിൽ അൺകംഫോർട്ടബിൾ അവസ്ഥയായിരുന്നു ഉണ്ടായത്. അടുത്ത ദിവസം ഗ്രറ്റയുടെ വസ്ത്രം തിരഞ്ഞെടുത്തതും ഗ്രറ്റയ്ക്ക് മേക്ക് ഓവർ കൊടുത്തതുമൊക്കെ ലില്ലിത്തായിരുന്നു. എങ്ങനെയും അവർ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ കാർലോസ് ഗ്രറ്റയിൽ ഇംപ്രസ്ഡ് ആകണം എന്നവൾ ചിന്തിച്ചിരുന്നു. തന്റെ മകളങ്ങനെ പ്രൊവോക്കേറ്റീവായ വസ്ത്രമൊക്കെ ധരിക്കുന്നത് ഗ്രറ്റയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ലില്ലിത്ത് പറഞ്ഞു, അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രമൊക്കെ അവൾക്ക് ധരിക്കാമല്ലോ, അത് അവളുടെ സ്വാതന്ത്ര്യമല്ലേ. ഗ്രറ്റയെന്ന് ധരിച്ചത് തുന്നിയെടുത്ത പ്രത്യേക തരത്തിലുള്ള ഒരു വസ്ത്രമായിരുന്നു. ആ വസ്ത്രത്തിന്റെ പേരിൽ മുമ്പൊക്കെ അവൾ ഒരുപാട് ബുള്ളി ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അന്ന് ലില്ലിത്തും ഗ്രറ്റയും സ്കൂളിലേക്ക് എത്തിയപ്പോ ബാൻഡിലൊക്കെയുള്ള സ്കൂളിലെ ആ പോപ്പുലർ പെൺകുട്ടികളുണ്ടല്ലോ, അവർ ഗ്രറ്റയുടെ വസ്ത്രധാരണം കണ്ട് അവളെ കളിയാക്കുകയും പല പേര് വിളിക്കുകയും ചെയ്തു. ഗ്രറ്റയാണെങ്കിൽ കുറച്ച് നിരാശയിലും ദുഃഖത്തിലുമായി. പക്ഷേ ലില്ലിത്ത് ഐഡിയയുമായി മുമ്പോട്ടേക്ക് വന്നു. ഗ്രറ്റ ധരിക്കുന്ന ആ വസ്ത്രങ്ങൾ അതാണ് ഇപ്പോൾ ടൗണിലെ ഫാഷൻ എന്ന് താൻ കളവ് പറഞ്ഞ് പരത്താൻ പോകുന്നു, ആളുകളെ വിശ്വസിപ്പിക്കാൻ പോകുന്നു എന്നായിരുന്നു അവൾ പറഞ്ഞത്. പിന്നാലെ ആ വസ്ത്രം ധരിച്ച് ഗ്രറ്റയുടെ കുറച്ച് ഫോട്ടോസ് അവൾ പകർത്തി. പിന്നാലെ വിദഗ്ധമായി ഒരു കള്ള വെബ്സൈറ്റ് അവൾ ഉണ്ടാക്കിയെടുത്തു. അതിലെ മോഡലുകളൊക്കെ ധരിച്ചിരുന്നത് അത്തരത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു. ആ വസ്ത്രങ്ങൾ സ്കൂളിലെ പോപ്പുലർ പെൺകുട്ടികളെ കൊണ്ട് കാണിച്ച് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞ് ലില്ലിത്ത് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. അതോടെ അവരാണെങ്കിൽ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് തങ്ങൾക്കും വേണമെന്ന മട്ടിലായി. പിന്നാലെയാണ് സാമുവൽ ലില്ലിത്തിന്റെ മുമ്പിലെത്തുന്നത്. നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് ലില്ലിത്തിനോട് സാമുവൽ ചോദിച്ചു. പക്ഷേ ലില്ലിത്തിന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. താൻ ബിസിയാണെന്ന് പറഞ്ഞ് അവൾ ഒഴിയാൻ ശ്രമിച്ചു. സാമുവൽ ആ സമയം നമുക്ക് ബീച്ചിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ്. ആ ഓഫർ ലില്ലിത്തിന് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമായിരുന്നില്ല. നരകത്തിലായിരുന്ന സമയത്ത് അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണ് അത്തരത്തിൽ ബീച്ചിൽ പോയി സമയം എൻജോയ് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ സാമുവലിനൊപ്പം ബീച്ചിലേക്ക് പുറപ്പെടാൻ അവൾ തയ്യാറെടുത്തു. ഇരുവരും സൈക്കിളിലായിരുന്നു ബീച്ചിലേക്ക് പോയത്. അവിടെത്തിയ അവർ ഒരുപാട് നേരം സന്തോഷത്തോടെ ചിലവഴിച്ചു, ഓടിക്കളിച്ചു. ലില്ലിത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിച്ച ഒരു സന്ദർഭമായിരുന്നു അത്. മറുവശത്ത് കാർലോസ് ക്ഷണിച്ചിട്ട് ഗ്രറ്റ അവരുടെ മ്യൂസിക്കൽ പ്രാക്ടീസ് നടക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ്. അവിടെ അതിനോടകം മെലഡിയും ഡാരിയയും വന്ന് പെർഫോം ചെയ്യുകയും പാടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂൾ നടത്തുന്ന വരാനിരിക്കുന്ന ഒരു ഇവന്റ് ഉണ്ട്, അതിലേക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയായിരുന്നു അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ പാടുന്നതൊക്കെ കണ്ടപ്പോ ഗ്രറ്റ അവർക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുത്തു. അത് കേട്ടതും കാർലോസ് അങ്ങനെയാണെങ്കിൽ ഗ്രറ്റയ്ക്കും കൂടി അവരുടെ കൂട്ടത്തിൽ കൂടി പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്താൽ എന്താ എന്ന ചോദ്യം ചോദിച്ചു. അത് കേട്ട ആദ്യത്തിൽ മെലഡിക്കും ഡാരിയയ്ക്കും അത്രയങ്ങ് രസിച്ചില്ലെങ്കിലും കാർലോസിന്റെ നിർബന്ധപ്രകാരം ഗ്രറ്റയെയും അവർ ടീമിലേക്ക് ഉൾക്കൊള്ളിച്ചു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അവർ ഒന്നിച്ച് മികച്ചൊരു ടീമായി മാറി മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷെ പിന്നാലെയാണ് അവരുടെ ടീച്ചർ കയറി വരുന്നത്. അവരുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു എന്ന് ടീച്ചർ അവരോടായി പറഞ്ഞു. സംഭവം എന്തെന്നാൽ മെലഡിയും ഡാരിയയും ഒന്നിച്ച് അല്പം പ്രൊവോക്കേറ്റീവായ ഒരു മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ പേരിൽ സ്കൂൾ എടുത്ത നടപടിയാണ്. ഇതേസമയം മറുവശത്ത് ലില്ലിത്തും സാമുവലും ബീച്ചിൽ കിടക്കുകയാണ്. ആ ഒരു മൊമെന്റ് ലില്ലിത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ലില്ലിത്തിന്റെ അച്ഛന്റെ മെസ്സേജും വന്നു. പക്ഷെ അവൾ മൈൻഡ് ചെയ്യാതെ ഫോൺ മാറ്റിവെച്ച് ആ മൊമെന്റ് കൂടുതലായി എൻജോയ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് സാമുവൽ ലില്ലിത്തിനെ ചുംബിക്കാൻ അടുത്തു വരുന്നത്. ലില്ലിത്തും അന്ന് ചുംബനത്തിന് നിന്നുകൊടുത്തു. അവർ തമ്മിൽ മനോഹരമായി ചുംബിക്കുകയുണ്ടായി. പിന്നീട് അവരിരുവരും ഒന്നിച്ച് ഒരു സിനിമയ്ക്ക് പോവാൻ പ്ലാൻ ചെയ്തു. നഗരത്തിലേക്കും എത്തി. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം കഴിക്കാൻ അവർ ഒതുങ്ങി നിൽക്കുകയാണ്. ആ സമയമാണ് ലില്ലിത്ത് തന്റെ ഫോൺ നോക്കുന്നത്. ഡെവിളിൽ നിന്നും ഒരുപാട് മെസ്സേജുകൾ വന്നു കിടക്കുന്നു. അച്ഛനിൽ നിന്നുള്ള മെസ്സേജ് കണ്ടതും അവളൊന്ന് വല്ലാതായി. താൻ സേഫ് ആണെന്നും കുഴപ്പമൊന്നുമില്ലെന്നും താൻ കുറച്ച് തിരക്കിലായിരുന്നെന്നും അവൾ തിരികെ മെസ്സേജ് അയച്ചു. ആ സമയത്താണ് ലില്ലിത്ത് ചുറ്റിലും നോക്കുന്നത്. ഒരുപാട് കപ്പിൾസ് ആയിട്ടുള്ളവർ ഒന്നിച്ച് സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്നു. താൻ തന്റെ മിഷനിൽ നിന്നും തെന്നിമാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ലില്ലിത്ത് അതോടെ സാമുവലിനെ വിട്ട് അവിടെ നിന്ന് പോകണമെന്ന് ചിന്തിക്കുകയാണ്. ഐസ്ക്രീമുമായി അവൻ വന്നപ്പോ കാരണമൊന്നും പറയാതെ തന്നെ അവനെ വിട്ട് അവൾ അവിടെ നിന്ന് പോയി. ഇതേസമയം മറുവശത്ത് സ്കൂളൊക്കെ കഴിഞ്ഞ് കാർലോയും ഗ്രറ്റയും ഒന്നിച്ചായിരുന്നു വീട്ടിലേക്ക് നടന്നു വന്നുകൊണ്ടിരുന്നത്. നടന്നു വരുന്ന വഴിയിൽ കാർലോസ് ഗ്രറ്റയോട് സംസാരിച്ചു. ഗ്രറ്റയ്ക്ക് കഴിയുമെങ്കിൽ തങ്ങളുടെ ബാൻഡിൽ സ്ഥിരമായി ജോയിൻ ചെയ്യാമോ എന്ന് അവൻ ചോദിച്ചു. ഗ്രറ്റയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ബാൻഡിലെ മറ്റ് പോപ്പുലർ പെൺകുട്ടികൾക്ക് അതിഷ്ടമാവില്ല എന്നവൾക്കറിയാമായിരുന്നു. എന്നിരുന്നാലും മനസ്സില്ലാ മനസ്സോടെ അവൾ യെസ് പറഞ്ഞു. അവരുടെ സംസാരം തുടരുകയും അവർ തമ്മിലുള്ള ഇഷ്ടം വർദ്ധിച്ച് പരസ്പരം ചുംബനത്തിന്റെ വക്കിലേക്ക് എത്തുകയും ചെയ്തു. പെട്ടെന്നായിരുന്നു അതുവഴി ഗ്രറ്റയുടെ പാരന്റ്സ് വന്നത്. അതോടെ അവരുടെ ചുംബനം മുറിഞ്ഞു. ഗ്രറ്റ കുറച്ച് നാണം കെടുകയും ചെയ്തു. അന്ന് വീട്ടിലെത്തിയ ഗ്രറ്റ അതോർത്ത് കരയുന്നുണ്ട്. ഒടുവിൽ ലില്ലിത്തെത്തിയായിരുന്നു അവളെ സമാധാനിപ്പിച്ചു.
അവസാനിപ്പിച്ചത്. ഗ്രറ്റയുടെ അന്നത്തെ അവസ്ഥ കണ്ട് ലിലിത്തിന് അവളോട് സഹതാപം തോന്നി. പിന്നാലെ അവളുടെ ബ്ലാക്ക് ബോൾ വീണ്ടും കളർ മാറാൻ തുടങ്ങിയിരുന്നു. ഗ്രറ്റ അത് ശ്രദ്ധിച്ചു. ഇതെന്താ ഇങ്ങനെയെന്ന് തിരക്കി. താൻ സെന്റിമെന്റലാകുന്നു എന്ന് ലിലിത്ത് മനസ്സിലാക്കുന്നതും അപ്പോഴാണ്. ഗ്രറ്റ വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇത് വ്യത്യസ്തമായൊരു തെർമോമീറ്റർ ആണ്, അല്ലാതെ മറ്റൊന്നുമില്ല. പിന്നാലെ ലിലിത്ത് ഗ്രറ്റയോട് പറഞ്ഞു, എന്റെ അച്ഛൻ വൈകാതെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഇനി എനിക്ക് 2 ദിവസം കൂടിയേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞ മിഷനിൽ ഞാൻ പരാജയപ്പെട്ടു. എന്നോട് ഇവിടെ പൈശാചികത വളർത്താനും അത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാനും ആ അച്ഛൻ പറഞ്ഞത്. എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ഇമോഷന്റെ പുറത്ത് ലിലിത്ത് പറഞ്ഞു പോയതായിരുന്നു അത്. എന്നിരുന്നാലും താൻ ആരാണ് എന്ന സത്യം അവൾ വെളിപ്പെടുത്തിയതേയില്ല. ഗ്രറ്റയ്ക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്തിനാണ് അവളോട് മോശം രീതിയിലാവാൻ പറയുന്നത്, പൈശാചികമായി ചിന്തിക്കാൻ പറയുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ലിലിത്തിന് അവിടെ തുടരണമെങ്കിൽ, അത്തരത്തിലെന്തെങ്കിലും ചെയ്യണമെങ്കിൽ താനും സഹായിക്കാം എന്നവൾ ലിലിത്തിനോട് പറഞ്ഞു. മറുവശത്ത് മെലഡിയും ഡേറിയയും ഗ്രറ്റയെ തങ്ങളുടെ ബാൻഡിലേക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്നു. ഗ്രറ്റയാകട്ടെ അമ്മ തുന്നിയുണ്ടാക്കിയ അവളുടെ പോലത്തെ വസ്ത്രം അവർക്ക് സമ്മാനമായി കൊടുത്തു. അവർക്കുമേറെ സന്തോഷം തോന്നിയിരുന്നു. അന്നാണ് കാർലോസ് വീണ്ടും ഗ്രറ്റയോട് സംസാരിക്കാൻ വരുന്നത്. ഗ്രറ്റയുമായുള്ള ഇടപെടലിൽ ആത്മാർത്ഥമായി തന്നെ ഗ്രറ്റയോട് കാർലോസിന് പ്രണയം തോന്നിയിരുന്നു. അവനത് തുറന്നു പറഞ്ഞ് അവൾ ചുംബിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ലിലിത്ത് അത് കണ്ട് അങ്ങോട്ടേക്ക് വന്നു. കാർലോസിനെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി. നമ്മുടെ കരാർ ഇവിടെ വെച്ച് അവസാനിക്കണം. അവൾ നീ ബ്രേക്കപ്പ് ചെയ്തേക്ക്, ഇത്രയൊക്കെ മതിയെന്ന് ലിലിത്ത് അവനോട് പറഞ്ഞു. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയാൽ ഗ്രറ്റ കൂടുതൽ വിഷമിച്ചാലോ എന്നാ സമയം ലിലിത്ത് ഭയന്നിരുന്നു. ലിലിത്തിന്റെ ഉള്ളിൽ നന്മകൾ വളരാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നാലെ കാർലോസ് ഗ്രറ്റയുടെ മുന്നിലേക്ക് ചെന്നു. അവളോട് ബ്രേക്കപ്പിന്റെ കാര്യം പറഞ്ഞു. ശേഷം നടന്ന എല്ലാ കാര്യവും വിശദമായി പറയാൻ തുടങ്ങി. ഒക്കെ കേട്ടതും ഗ്രറ്റ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. ലിലിത്ത് എന്തിന് തന്നോട് ഇത്തരത്തിലൊരു കാര്യം ചെയ്തു എന്നത് ചിന്തിക്കാനേ ഗ്രറ്റയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം മനസ്സിലാക്കിയ ഗ്രറ്റ അതിനെപ്പറ്റി ചോദിച്ച് ലിലിത്തിനെ എതിരിട്ടു. ലിലിത്തിന് ഒന്നും പറയാൻ പറ്റിയില്ല. ദേഷ്യപ്പെട്ട് ഗ്രറ്റ അവിടെ നിന്ന് നടന്നുപോയി. പിന്നാലെയാണ് സാമുവലിന്റെ മെസ്സേജ് ലിലിത്തിന് വരുന്നത്. ബീച്ചിലേക്ക് വരാൻ പറഞ്ഞുണ്ടായിരുന്നു അത്. ലിലിത്ത് സാമുവലിനെ കാണാൻ ബീച്ചിലെത്തി. അവൻ പറഞ്ഞു താൻ ബെർലിനിലേക്ക് പോവാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ അവളെ കണ്ടതോടെ അവനവന്റെ പ്ലാനുകൾ മാറ്റി. അവനവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സാമുവൽ തന്നോട് പ്രണയത്തിലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതും ലിലിത്തിന് എന്തുകൊണ്ടോ വലിയ ദേഷ്യം വന്നു. അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ലിലിത്ത് സാമുവലിനോട് തർക്കിക്കുകയും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോരുകയും ചെയ്തു. നിന്നെപ്പോലൊരു വേസ്റ്റ് ബൈനെ താൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു അവൾ പോന്നത്. കാര്യം ലിലിത്തിനും സാമുവലിന് ഇഷ്ടമായിരുന്നു. പക്ഷേ അച്ഛൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകും. അച്ഛന്റെ മുമ്പിൽ പരാജിതയായി വീക്കായി നിൽക്കുവാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. അവളൊന്ന് തിരികെ സ്കൂൾ ബസ്സിൽ കയറിയപ്പോൾ ഗ്രറ്റ ബസ്സിലുണ്ടായിരുന്നു. ഗ്രറ്റയ്ക്ക് അടുത്തു ചെന്ന് ലിലിത്തിരുന്നു. തന്റെ ബ്ലാക്ക് ബോൾ അടക്കം എടുത്തു കാണിച്ച് യഥാർത്ഥ സത്യങ്ങൾ മുഴുവനായും ലിലിത്ത് ഗ്രറ്റയോട് തുറന്നു പറഞ്ഞു. ലിലിത്തിന്റെ അവസ്ഥ ഗ്രറ്റയ്ക്ക് മനസ്സിലാകുമായിരുന്നു. ഗ്രറ്റ അവളോട് ക്ഷമിക്കാൻ തയ്യാറായി. പിന്നാലെ ലിലിത്തിന്റെ അച്ഛൻ വന്ന് അവളിവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാതിരിക്കാൻ താൻ വേണ്ട സഹായങ്ങൾ ചെയ്യാം എന്ന് ഗ്രറ്റ അവൾക്ക് വാക്കുകൊടുത്തു. അടുത്ത ദിവസമായിരുന്നു സ്കൂൾ ഫംഗ്ഷൻ ഉള്ളത്. അന്നായിരുന്നു ലിലിത്തിന്റെ മിഷന്റെ അവസാനത്തെ ഡേറ്റും. തന്റെ മകളുടെ പുരോഗതിയും കാര്യങ്ങളും നേരിട്ട് നോക്കുവാൻ ഡെവിൾ നേരെ സ്കൂളിലേക്ക് എത്തിയിരുന്നു. അന്നാണ് ഗ്രറ്റയും കാർലോസും മെലഡിയും ഡാറിയയും ചേർന്ന് ഒന്ന് തീരുമാനിച്ചത്. അവരെ ഫംഗ്ഷനിൽ പെർഫോം ചെയ്യാൻ അനുവദിക്കാത്ത സ്കൂൾ പ്രിൻസിപ്പലിനെ പ്രാങ്ക് ചെയ്യണം എന്നതായിരുന്നു അത്. അതൊരു പൈശാചിക സംഗതിയാണല്ലോ. അതിലൂടെ ലിലിത്തിനെ രക്ഷപ്പെടുത്താം എന്നും ഗ്രറ്റ ചിന്തിച്ചിരുന്നു. അന്നത്തെ ഫംഗ്ഷൻ നടക്കുമ്പോൾ പ്രിൻസിപ്പൽ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് തന്റെ ആഫ്രിക്കൻ ടൂറിന്റെ ചിത്രങ്ങൾ കാട്ടി അഭിമാനത്തോടെ സംസാരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ കാർലോസ് ഒരു കാര്യം ചെയ്തു. പരസ്യമായി അദ്ദേഹം മൂത്രമൊഴിക്കുന്ന ഒരു ഫോട്ടോ അതിനിടയിലേക്ക് കയറ്റി വിട്ടു. പ്രിൻസിപ്പള് ആകെ നാണം കെട്ടു. ഒന്നും മിണ്ടാതെ സ്റ്റേജിൽ നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകേണ്ടിയും വന്നു. അതിനു പിന്നാലെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തതനുസരിച്ച് വയലിൻ വായിക്കാൻ കുട്ടികൾ സ്റ്റേജിലേക്ക് കയറി. പക്ഷേ അവർക്കെതിരെയും ടീം ഒരു ആക്രമണം നടത്തി. അവരുടെ വസ്ത്രത്തിൽ ചില കുരുത്തക്കേടുകൾ അവർ ഒപ്പിച്ചിരുന്നു. അതോടെ പുകഞ്ഞ് അവർ പുറത്തു ചാടി. പിന്നെ പറയണ്ടല്ലോ, ഗ്രറ്റയും മെലഡിയും ഡേറിയയും കൂടി സ്റ്റേജിലേക്ക് കയറി വരികയാണ്. അവരൊന്നിച്ച് അവരുടെ പെർഫോമൻസ് ആരംഭിച്ചു. നല്ല രീതിയിൽ പാട്ടുപാടാനാണ് അവർ ആദ്യം പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും അവരെ പുറത്താക്കിയ പ്രോഗ്രാമാണല്ലോ. അതുകൊണ്ട് അവർ യൂട്യൂബിലൂടെ പുറത്തുവിട്ട പ്രൊവോക്കേറ്റീവ് സോങ് ആയിരുന്നു അവർ അവിടെ പെർഫോം ചെയ്തത്. മൊത്തത്തില് പരിപാടികൾ കുളമായി. പ്രിൻസിപ്പലിന് നല്ലൊരു പണി കിട്ടുകയും ചെയ്തു. അവരുടെ പെർഫോമൻസ് കണ്ട് ക്രൗഡ്സ് അടക്കം വല്ലാതെ ആർപ്പ് വിളിച്ചിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ ഗ്രറ്റ ഇതിനെല്ലാത്തിനും പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതും തങ്ങളെ സപ്പോർട്ട് ചെയ്തതും ലിലിത്ത് ആണെന്ന് ഗ്രറ്റ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഡെവിളും അത് കേൾക്കുകയാണ്. തന്റെ മകൾ ഏറ്റവും ഒടുവിൽ താൻ പറഞ്ഞ പോലെ മിഷൻ പൂർത്തിയാക്കിയിരിക്കുന്നതായി ഡെവിൾ അങ്ങ് ചിന്തിച്ചു. മകളുടെ പെർഫോമൻസിൽ ഡെവിൾ ഹാപ്പി ആയിരുന്നു. അവൾക്ക് ഭൂമിയിൽ തുടരാമെന്നും അടുത്തടുത്ത കാര്യങ്ങൾ ചെയ്യാമെന്നും ഡെവിൾ പറഞ്ഞു. പിന്നാലെ അവളുടെ കയ്യിൽ കൊടുത്ത ആ കറുത്ത ബോൾ ചോദിച്ചു. ആ
ഗ്ലാസ് ബോൾ എടുത്ത് ലിലിത്ത് അല്പം ഭയത്തോടെ ഡെവിളിന് കൊടുത്തു. അതിന്റെ കളർ മാറിയിട്ടുണ്ടാകും എന്നവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അവൾ നോക്കിയപ്പോ അത് പൂർണ്ണമായും കറുപ്പ് നിറമാണ്. ലിലിത്തിന് ആശ്വാസമായി. ഭൂമിയിൽ തുടരാൻ മകളെ അനുവദിച്ച് ഡെവിൾ മടങ്ങിപ്പോയി. ആ ഗ്ലാസ് ബോൾ എങ്ങനെ ബ്ലാക്കായി നിൽക്കുന്നു എന്ന് ലിലിത്തിനൊരു പിടുത്തവും കിട്ടിയില്ല. പിന്നാലെയാണ് ഗ്രറ്റ വന്നത്. ഗ്രറ്റ പറഞ്ഞു, അതങ്ങനെ ബ്ലാക്കായി നിൽക്കാൻ കറുത്ത ഗ്ലോസി നെയിൽ പോളിഷ് കൊണ്ട് അടിച്ചു വെച്ചത് ഞാനാണ്. ലിലിത്തിന് അല്പം സന്തോഷം തോന്നി. ലിലിത്ത് പിന്നെ ഒട്ടും മടിച്ചില്ല. അന്നായിരുന്നു സാമുവൽ നാട് വിട്ടു പോകുന്നെന്ന് പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് അവൾ ഓടിയെത്തി. സാമുവലിനെ കണ്ട് തന്റെ പ്രണയം അവനോട് തുറന്നു പറഞ്ഞു. പിന്നാലെ അവൾ അവന് ചുംബിച്ചു. ലിലിത്തിന് ഭൂമിയിൽ തുടരാൻ പറ്റും എന്ന് വ്യക്തമാകുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.